Hi guys, good morning from Ooty. ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഊട്ടി മൊത്തം നടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതും 2, 3, 4 കിലോമീറ്ററൊക്കെ നടന്നിട്ട് നല്ല രസമുണ്ടാവും അല്ലേ? എന്നാൽ ബയോ ലെറ്റ്സ് എക്സ്പ്ലോർ ഊട്ടി ബയോ ആണ്. സമയം 7 മണിയായി. Such a beautiful morning. നമ്മുടെ ചൂടുള്ള നാട്ടിൽ നിന്നും ഇപ്പോൾ ചെന്നൈയിലായിക്കോട്ടെ അതേപോലെ നമ്മുടെ കേരളത്തിലായിക്കോട്ടെ ഭയങ്കര ചൂടാണല്ലേ. അപ്പോൾ ആ ചൂടിൽ നിന്നും ഇങ്ങനെയുള്ളൊരു മോർണിംഗിലേക്ക് വന്ന് നോക്കുമ്പോൾ എന്താ മൈൻഡ് തന്നെ റിലീഫ്. യു സീ ദ ലൊക്കേഷൻ, ദിസ് ഈസ് നോട്ട് സ്വിറ്റ്സർലാൻഡ്, ദിസ് ഈസ് ഊട്ടി. നല്ല മരങ്ങൾ, ചർച്ച്, യൂണിയൻ ചർച്ച്, സർവീസ് 8 AM to 9 AM, തമിഴ്, ഇംഗ്ലീഷ്. സോ ഈ ചർച്ചൊക്കെ 8 മണിക്ക് മാത്രമേ തുറക്കുള്ളൂ ഈ സർവീസ്. മറ്റു വേണേൽ ഒന്ന് പോയി നോക്കണം. എല്ലാം ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചു പോലല്ലേ. അതാണ് ഈ ഒരു ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഫ്രം 96 തൊട്ടുള്ള ചർച്ചാണ്. അപ്പം അതിൻ്റെ ആയിട്ടുള്ളൊരു അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി അതിനുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൊത്തഗിരി കൂനു ബൊട്ടാണിക്കൽ ഗാർഡൻ ടൂറിസ്റ്റ് ഓഫീസ്. സോ ഈ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അതേപോലെ തന്നെ കൂനു കൊത്തഗിരി പോകുന്ന ഡയറക്ഷൻസ് ഒക്കെ കാണിക്കുന്നത്. നമ്മൾ ഊട്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ വരുന്നത് ഈ ടൈഗർ റിസർവാണ്. നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ വരും. നമ്മൾ ഇതിലൂടെ വരികയാണെങ്കിൽ ഇഫ് യു ആർ കമ്മിങ് ഫ്രം ദാറ്റ് കർണാടക സൈഡ് ആൻഡ് ഓൾസോ മുത്തങ്ങ വഴി വരികയാണെങ്കിലും ബന്ദിപ്പൂർ കൂടെ ടച്ച് വരിക. ആൻഡ് ഞങ്ങളിപ്പോൾ വന്നത് മറ്റേ മുതുമല, അതായത് ഈ മസന്നഗുഡിയൊക്കെ വഴിയാണ് വന്നത്. സോ അതുപോലെ ടൈഗർ റിസർവാണ്. ജസ്റ്റ് രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ കറങ്ങുകയാണ് കേട്ടോ. അതായത് എന്തെങ്കിലുമൊക്കെ നല്ല പ്ലേസ് ഉണ്ടോ എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ നമ്മളിങ്ങനെ ഊട്ടിയുടെ ചെറിയ ചെറിയ വഴികളിലൂടെ ഇങ്ങനെ കറങ്ങാനാണ് പ്ലാൻ ഉണ്ടത്. പോയി നോക്കാം. മുന്നൊരു ചേട്ടൻ പോകുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ പുറകെ തന്നെ പോയി നോക്കാം. സോ ഇവിടെ ഈ ഊട്ടിയിലുള്ള മെയിനായിട്ടുള്ള പ്ലേസസിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. അതായത് തമിഴ്നാട് ടൂറിസത്തിൻ്റെയാണ്. പൈക്കര വാട്ടർഫാൾസ്, 9th മൈൽ ഷൂട്ടിംഗ് മേഡൂർ, അവലാഞ്ചി, എമർലൻഡ്, നീഡിൽ റോക്ക്, വിൽസൺ പ്ലാന്റേഷൻ, അണ്ണാമലൈ, മുരുകൻ ആൻഡ്
ഭവാനി അമ്മൻ ടെമ്പിൾ. Prior permission of the DEDFO is required and did not DMS. ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ അറിയണല്ലോ. ഇവിടെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആവുന്നേ ഉള്ളൂ. ഇതുവഴി താഴോട്ടേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് തോന്നുന്നത്. യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക്. അത്ര തന്നെ. ഇതിൻ്റെ ഇടയ്ക്ക് മിസ്റ്റർ ട്രിപ്പിംഗ് നൊബാട്ടീൻ്റെ ഒരു കോൾ വന്നിട്ടുണ്ട്, നോക്കട്ടെ. ഷീസ് ഫുൾ ടൈം ബിസി. ഇത് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസാണ്. സോ ഇവിടെ കാണുന്നത് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസാണ്. അതൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇങ്ങോട്ടേക്കൊന്നും വഴിയില്ല. അതിൻ്റെ മുകളിലോട്ട് ശരി എന്നല്ലേ. എടാ ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നതാടാ. ഞങ്ങൾ ഫാമിലി ആയിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതാ. നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? എനിക്ക് നാളെ പോകാനാണ് പ്ലാന്. എനിക്കറിയില്ല നടക്കുമെന്ന്. എനിക്ക് അങ്ങനെയാണെങ്കിൽ തത്കാൽ ബുക്ക് ചെയ്തിരോ? നാളെ 7:10 രാത്രി ട്രെയിനിന്. മറന്നു പോലെ എനിക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് അടുത്തായിട്ട് ഇനി ആ ടോയ് ട്രെയിനിൻ്റെ ആ ഒരു റെയിൽവേ സ്റ്റേഷനില്ലേ, അങ്ങോട്ടൊന്ന് പോയി നോക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അത് കാണണമെന്ന്. അതൊക്കെ പറ്റുമെങ്കിൽ ഹിച്ച് ഹൈക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലുമൊക്കെ ബൈക്കിൽ കയറി പോകാനേ. കുറേ നേരം നടന്നുകൊണ്ടിരിക്കുന്നു. ഹിച്ച് ഹൈക്ക് പറ്റിയ വണ്ടികളൊന്നും കാണുന്നില്ല. നോക്കാം, വരും. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴെങ്കിലും വരാം. .4 kilometer again. സോ ഓടി നോക്കാം ഇങ്ങനെ വെച്ചിട്ട്. മോർണിംഗ് ജോഗ് ആയിക്കോട്ടെ. യെസ്, നമ്മളിപ്പോൾ മോർണിംഗ് ജോഗ് നടത്തുന്നത് ഊട്ടിയിലാണ് കേട്ടോ. സോ 1.4 കിലോമീറ്റേഴ്സിൻ്റെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ
മോർണിംഗ് ജോഗ് നടത്തുന്നത്. ഊട്ടിയിലെ തണുപ്പിലൂടെ. ഈ ഉള്ള കാരണം എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായതുകൊണ്ടാണ്. അപ്പോൾ തണുപ്പിനൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഒരു മോർണിംഗ് ജോഗ്. ക്രേസി. ഊട്ടിയിലുള്ളൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണിത്. ഡ്രസ്സൊക്കെ കണ്ടോ, ബ്ലാക്ക്. മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. പ്രത്യേകതരം കൺസ്ട്രക്ഷൻ അല്ലേ. ഹോസ്പിറ്റലിലായിക്കോട്ടെ, അവിടുത്തെ ആൾക്കാരായിക്കോട്ടെ, അവരുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, ഡിഫറെൻറ്റ്. ഓ, അങ്ങോട്ട് നോക്കിയേ, കുഞ്ഞു കുഞ്ഞു വീടുകൾ. ഓ, പൊത്തു കുറേ പോത്തുകളുണ്ട്. കുറേ എരുമ. ഇവിടെയൊക്കെ ഒരു സൈക്കിൾ എടുത്ത് വന്ന് മീൻസ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാറിൽ സൈക്കിളായിട്ടാണ്. ഇപ്പോഴത്തെ സൈഡിലേക്ക് പോവാം. കാരണം ഈ സൈഡിൽ എന്താണ് ഈ ജീവി? കാളയാണോ? അല്ല, വലിയ കൊമ്പൊക്കെ കൂടിയുള്ള ഒരു ഐറ്റം. കുത്തൊന്നുമില്ലല്ലോ ഇല്ലേ? ബുൾ, വൈൽഡ് ബുൾ. കാക്ക സാധാരണ നമ്മുടെ നാട്ടിലെ പശുവും കൊക്കുമാണ് ഇങ്ങനെ നിൽക്കാറ്. ഇവിടെ ഈ കാളയാണെന്ന് തോന്നുന്നു. കാളയും കാക്കയും ബ്ലോക്ക് ആക്ഷൻ അമ്മമാർ മാറിക്കൊടുത്ത് നോക്കാം. ഒരു പൂസമില്ല കേട്ടോ. ആ വണ്ടിക്ക് വേണ്ടിയിട്ട് ഇഞ്ച് പോലും മാറിക്കൊടുക്കാൻ ആ കാളകൾ റെഡിയല്ല. എന്തായാലും അഹങ്കാരം. സ്വദേശിയുടെ കേരളത്തിൽ വന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരില്ല, ഞങ്ങൾ മാറില്ലുള്ളൊരു മൈൻഡ് സെറ്റിലാണിത്. അപ്പോൾ നമ്മൾ നടന്ന് 2 കിലോമീറ്ററാണ് ഞാൻ പറഞ്ഞതില്ലേ. 1 കിലോമീറ്റർ സക്സസ്ഫുള്ളി കവർ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് 1 കിലോമീറ്റർ കൂടെ നമുക്ക് നടന്ന് പോകണം. എങ്കിൽ മാത്രമേ നമ്മുടെ എക്സ്പെക്റ്റഡ് ഡെസ്റ്റിനേഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുള്ളൂ. ഇവിടെയൊക്കെ വെച്ചാൽ വീടുകളാണ്. മീൻസ് സിറ്റിയിൽ നിന്ന് ഉള്ളിലോട്ടേക്ക് മാറി, സിറ്റിയല്ല മെയിൻ ലൊക്കേഷൻ ഉള്ളിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അധികം ക്രൗഡ് റെഡി. ഇങ്ങനത്തെയൊക്കെ സ്ഥലത്ത് സെറ്റിൽ ആവണം. ചൂടില്ല, കാമാണ്, പുറത്തുനിന്നുള്ള സൗണ്ടുകളും കാര്യങ്ങളൊന്നുമില്ല. നോക്ക് എന്തൊരു പീസ്ഫുള്ളാണ് നോക്ക് ഈ വീടുകളൊക്കെ. ഇറങ്ങി ഒരു വഴിക്കാവും ഇവിടെയൊക്കെ ആണെങ്കിൽ.
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈ എക്സ്പെക്റ്റേഷൻ. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി, അതായത് നല്ലൊരു 4x4 ലൈക്ക് താറ് പോലത്തെ ഒരു വണ്ടി. അതിൻ്റെ അകത്ത് സൈക്കിളൊക്കെ വെക്കാനുള്ളൊരു ഓപ്ഷൻ വേണം മുകളിലൊക്കെ. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു അപ്പോൾ നമ്മുടെ കൂടെ സൈക്കിളുണ്ടാവും. മറ്റത് നമ്മളിപ്പോൾ ഇതേപോലെ ഊട്ടിയിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാറ് പാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ സൈക്കിൾ എടുത്തിട്ട് ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കറങ്ങുന്നു എന്തായിരിക്കില്ല. അപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളും കൂടി, അതായത് ലോക്കലായിട്ട് ബൈക്കിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളും കൂടി നമുക്ക് ഈ സൈക്കിൾ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ അമേരിക്കയിലൊക്കെ കാണുന്ന ആൾക്കാർ. അമേരിക്കയിലെ ഈ എന്താ പറയുക വാൻ ലൈഫും അതേപോലെ തന്നെ ഈ ഉള്ളിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ഈ ഫോറസ്റ്റിലൊക്കെ. അപ്പോൾ അതേപോലത്തെ കൾച്ചർ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. നൈസായിരിക്കും. എന്തായാലും ഈ സമയത്ത് ഞാൻ എൻ്റെ ഒരു സമ്പാദ്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഒരു പാതയിലേക്ക് പോകുന്നതായിരിക്കും. പാതയിലേക്കല്ല, ഒരു പ്രാവശ്യമെങ്കിലും അത് ട്രൈ ചെയ്യണം. കാറിൽ സൈക്കിൾ, ആ സൈക്കിൾ നമ്മളിങ്ങനെ പോകുന്ന സ്ഥലത്തേക്കൊക്കെ ഇറങ്ങുന്നു. അല്ലാണ്ട് എല്ലായിടത്തും നടക്കാനുള്ളത് ചെറിയ പരിപാടിയല്ലല്ലോ. വരക്കും കണ്ട എല്ലാം KL കണ്ടോ. KL 71 വന്നത്. ഇങ്ങോട്ട് പോകണമെങ്കിൽ മിക്കവാറും ആ ടോയ് ട്രെയിൻ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് ദിസ് ഈസ് എ എസ്പെൻഡ്, യു ക്യാൻ സി. ഊട്ടിയിലൊക്കെ എന്തെങ്കിലും ജോബ് ഇടണം. ഊട്ടിയിലൊക്കെ 1 ഇയർ ഇങ്ങനെ നിന്ന് ഫുൾ എൻജോയ് ചെയ്തിട്ട് പോകണം. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നമുക്കറിയാം പണ്ട് തൊട്ടേ ഇവിടെ ടോയ് ട്രെയിനാണ്. കുറേ കാലങ്ങളായി ഈ ടോയ് ട്രെയിൻ സംവിധാനം യുനെസ്കോയുടെ പട്ടികയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ട്രെയിനിൽ കയറാനുള്ളൊരു അവസരമൊന്നും ഇല്ല, കാരണം അതൊരു പ്രത്യേക ദിവസത്തേക്ക് തന്നെ മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ അതിനുള്ള ടൈം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അത് സ്റ്റീം എഞ്ചിനും അതേപോലെ തന്നെ ട്രെയിനും റെയിൽവേ സ്റ്റേഷനൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അതാണ് എൻ്റെ പ്ലാൻ. എങ്ങോട്ടേക്കാണ്? സോ 1900 സീ ദ ലൊക്കേഷൻ. 1908 ഈ ഒരു റിന്യൂ വന്നത്. ആൻഡ് ഈ ഒരു കവാടം ഉണ്ടാക്കി 2008 ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഇതിന് നമ്മൾ മാപ്പ് നോക്കാം. I think so, I don't know. So, toy train location.
कुन्नू से कुछ पिकअप करना है റെയിൽവേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ. സോ ഇവിടെ ഇപ്പോഴും മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്കും കൺഫ്യൂഷനായി, എനിക്കും കൺഫ്യൂഷനാണ്. ഞാനും ഈ ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്നതാണല്ലോ, അപ്പോൾ എനിക്കിത് കറക്റ്റ് എവിടെയാണെന്നും അറിയില്ല. നോക്കാൻ നടന്നു പോവുക. ടൈം വേണം, ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. ഇനി നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. റെയിൽവേ സ്റ്റേഷൻ, ടോയ് ട്രെയിൻ, ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയാണ് ഊട്ടിയിലുള്ള ആ ഒരു ടോയ് ട്രെയിനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ടിക്കറ്റ് കിട്ടുന്ന കാര്യം ടു സി കണ്ടോ, നമ്മുടെ പുറകിലായിട്ട് നമ്മുടെ ടോയ് ട്രെയിൻ നിൽക്കുന്നുണ്ട്. സ്റ്റീം എഞ്ചിൻ വെച്ച് പ്രവർത്തിക്കുന്ന ട്രെയിൻ, ചെറിയ ട്രെയിനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് അവൈലബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. ടൈം ഏരിയ ഈ ജനറൽ സീറ്റിൻ്റെ ക്യൂ ആണ്. ഇവിടെ 8 മണിക്കാണ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവുക. അതായത് ജനറൽ ടിക്കറ്റിന് വേണ്ടി 30 ജനറൽ ടിക്കറ്റേ ഉള്ളൂ. ബാക്കിയൊക്കെ IRCTC വഴി നമ്മൾ മുൻപേ ബുക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ള ക്യൂ ആണ് കാണുന്നത്, ജനറൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം റൈറ്റ് നൗ നമ്മുടെ ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, ഊട്ടിയുടെ തന്നെ മുഖമുദ്രയായിട്ടുള്ള ടോയ് ട്രെയിൻ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോയ് ട്രെയിൻ. എനിക്ക് തോന്നുന്നു 9:25 എടുക്കാൻ പോകുന്ന ട്രെയിനാണിത്. സോ ദിസ് ഈസ് ഫസ്റ്റ് ക്ലാസ്, ദിസ് ഈസ് സെക്കൻഡ് ക്ലാസ് ആൻഡ് ലാസ്റ്റ്ലി ജനറൽ. അപ്പോൾ ഇവിടെ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം വന്ന് ബുക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ടിക്കറ്റൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ IRCTC വഴി നമ്മൾ ബുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു ട്രിപ്പിലാണ് ഈ ഒരു ജേർണി പ്ലാൻ ചെയ്യുന്നത്. എങ്കിൽ കൂടിയും ഈ ട്രെയിനൊക്കെ കാണാൻ പറ്റുന്നത് ഇറ്റ്സ് ആക്ച്വലി റെയറായിട്ടുള്ള കാര്യമാണ്. ഇതിവിടെയും ഡാർജിലിങ്ങിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റീം എഞ്ചിനിൽ ഓടുന്ന ട്രെയിൻ ഇപ്പോഴുള്ളൂ. അതുകൊണ്ട് തന്നെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ ഇത് ഇടം പിടിച്ചിട്ടുണ്ട്. മോർണിംഗിലുള്ള ടോയ് ട്രെയിനിൻ്റെ കാഴ്ചയാണിത്. ഇത് ഓടാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. കാണാത്തവരെന്തായാലും ഊട്ടിയിൽ വന്നിട്ട് ഈ ഒരു ഇത് ട്രെയിൻ സോ കാണാത്തവരെന്തായാലും ഊട്ടിയിൽ വന്നിട്ട് ഈ ഒരു ഡെസ്റ്റിനേഷൻ കവർ ചെയ്യേണ്ടതാണ്. ഉദകമണ്ഡലം മുംബൈയിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ പുറത്തേക്കുള്ള
ദൂരക്കിഴക്കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക ദൂരക്കിഴക്കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക ദൂരക്കിഴക്കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക കിളിപാടും കുളിരാവിൽ ഞാൻ അരികിൽ വരാം പറയൂ മൃദുമീ എന്തു പകരം തരും കുറവല്ല, തിങ്കളാഴ്ച കടക്കുണ്ട്. ബട്ട് രസമുള്ള സ്ഥലമാണ്. ഫ്രീ ആയിട്ട് തണുത്തിരുന്ന് നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ഒക്കെ ചെയ്ത് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് ഈ പൈൻ ഫോറസ്റ്റ്. എല്ലാവർക്കും അറിയുന്ന പ്ലേസ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അധികം അയ്യടാ കുറേ ചുണ്ണി കുരങ്ങന്മാരൊക്കെ ഉണ്ടോ, ഫ്രീക്കിങ് കുരങ്ങന്മാർ. ഹലോ അക്കു വേണ്ടിക്കൂ ഒരു ഫോട്ടോ എടുത്താൽ നമുക്ക്. iPhone storage is full. പൈൻ ഫോറസ്റ്റ്. അങ്ങനെ ഊട്ടിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ പാട്ടൊക്കെ ദൂരെ കിഴക്കുതിച്ച് കിലുക്കം കിലുകിലുക്കത്തിലൊക്കെ ഉള്ള ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് എത്തിയ സ്ഥലമാണ്. ഫുൾ കുരങ്ങന്മാരാണ്. ആൻഡ് അങ്ങോട്ട് ദൂരമായിട്ട് ലേക്കൊക്കെ ഉണ്ട്. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാണ് കേട്ടോ താഴോട്ടേക്ക്. നമ്മളെങ്ങനെ പോവാ സമയായി. വാ